പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കസ്റ്റമറോ അതാരാണ് കർത്താവെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആൻസർ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അവര് അത് കേട്ടപ്പോൾ അവര് ഇങ്ങനെ നോക്കും, എന്തുകൊണ്ടാണ് നിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടതെന്നാണ്. അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അതിന് ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈനി വോയ്സ്. ഇറ്റ്സ് മീ റാണി. എൻ്റെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, ഞാനിപ്പം UK നിന്ന് NHS ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ നിർത്തി ബൈ ബൈ പറഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ഓഫർ ലെറ്റർ ഒക്കെ സൈൻ ചെയ്തു. അപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള ഇൻ്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ ക്വസ്റ്റ്യൻസ് എന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തത്, അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അറ്റൻഡ് ചെയ്തത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ഒരു ചെറിയൊരു റിസർച്ച് ചെയ്തിരിക്കുക. അതായത് ഹോസ്പിറ്റൽസിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, മിഷൻ വിഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അതിനൊരു ലൊക്കേഷന്, ബേസിക് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലാണല്ലോ, അതിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ അറിഞ്ഞു വെക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയയിലേക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ, ഞാൻ അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഞാൻ അറ്റൻഡ് ചെയ്ത അഡ്ലൈഡിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്, അതൊരു 11.5 മണിക്കൂർ ടൈം ഡിഫറൻസ് UK ഓസ്ട്രേലിയയും തമ്മിൽ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ പറഞ്ഞത് അവർ 1 മണിക്ക് രാത്രിയിലും 2 മണിക്ക് രാത്രിയിലൊക്കെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് സെയിം ആയിട്ടുള്ളൊരു കാര്യം അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒത്തിരി അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാക്സിമം കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം ഡിസ്കസ് ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവരവിടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി തുടങ്ങുന്ന ഒരു ടൈം 7:30 ആയിരുന്നു. അവർ 7:30 തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്. ഞാനൊരു റിക്വസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചിട്ട് അത് ഹാപ്പിയായിരുന്നു, അവരത് ചെയ്തു തന്നു. അപ്പോൾ എനിക്കിവിടെ നൈറ്റ് 9:30 ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ ഈ വെളുപ്പിന് 1 മണിക്ക് 2 മണിക്കൊക്കെ നല്ല ഉറക്കത്തിന് ഒരു സമയത്ത് എണീറ്റിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എങ്ങനെയിരിക്കും? അവർ ചോദിക്കുന്ന പകുതി കാര്യം കേൾക്കത്തുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു ഉറക്കച്ചടവിലിരുന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താലും നമ്മുടെ മൈൻഡിലുള്ള ആൻസേഴ്സ് ഒക്കെ ഫുള്ളായിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ടൈം സ്ലോട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയത് എന്ന് വെച്ച് നോക്കുമ്പോൾ, ഞാൻ ജനറൽ ആയിട്ടുള്ള സാധാരണഗതിയിൽ നമ്മൾ ഈ നഴ്സസ് ഇൻ്റർവ്യൂവിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ജനറലായിട്ട് നഴ്സിംഗ്, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നഴ്സിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ നഴ്സിംഗ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ഈ ഒരു നഴ്സിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ്, നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഈവൻറ്റ്സ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജനറലായിട്ട് പ്രിപ്പയർ ചെയ്തത്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ട്രോക്കിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ഒരു ഫോൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻ എന്തൊക്കെയാണ്, ഇൻഫെക്ഷൻ കൺട്രോള്, അപ്പോൾ അങ്ങനെ ക്വാളിറ്റി അഷുറൻസ്, അങ്ങനെ ഒരു ജനറലായിട്ടൊരു നേഴ്സിംഗ് റിലേറ്റഡ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം മൈൻഡിലേക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടു കുറേ റെഫറൻസിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എങ്ങനെയായിരിക്കും നഴ്സിംഗ് ഇൻ്റർവ്യൂസ്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ട്സ് റീസെൻ്റ്ലി അറ്റൻഡ് ചെയ്തവരോടെല്ലാം ഒപ്പീനിയൻ എടുത്തു. പിന്നെ കാർഡിയോളജിയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ കാർഡിയാക്ക്, അതായത് കൊറോണറി കെയർ യൂണിറ്റ്, അതിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നതും അതിൽ തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ കാർഡിയോളജിനെ ബേസ് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു. അതായത് ഈവൻ ശരിക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി തൊട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അനാട്ടമി ഫിസിയോളജി, അതുപോലെ തന്നെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട്, മെയിനായിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് എല്ലാം ഞാനൊന്ന് ടച്ച് ചെയ്ത് വിട്ടു. അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയാണ്, മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. അതുപോലെ കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് വരുന്നതാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ പ്രൊസീജിയേഴ്സ് ഞാനൊന്ന് വായിച്ചു വിട്ടു. അതിൻ്റെ പ്രീ പ്രൊസീജിയർ കെയർ, പോസ്റ്റ് പ്രൊസീജിയർ കെയർ, അതെല്ലാം ഞാൻ വായിച്ചു. അതുപോലെ തന്നെ സെനേറിയോ ബേസ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക എന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി, ഞാൻ തന്നെ അതിന് ആൻസർ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ECG അനാലിസിസ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയ രീതിയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ECG റിതം തൊട്ടിട്ട് അരിത്മിയാസ് എല്ലാം ഒരുമാതിരി കവർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇപ്പോൾ കാർഡിയോളജിനെ ബേസ് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂവിന് എങ്ങനെയായിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞല്ലോ 9:30-ക്കാണ്, നൈറ്റ് 9:30-ക്കായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ.
ഇന്റർവ്യൂവിന് ഞാനത് സ്ക്രീൻ തുറന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് രണ്ട് പേരായിരുന്നു ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ വാർഡ്, അതായത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന വാർഡിലെ മാനേജരും അതുപോലെ തന്നെ PDN ആയിരുന്നു. അവരോട് ഡ്യൂട്ടി തുടങ്ങാൻ പോകുന്ന ഒരു ടൈമായിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയത്. അതിനുശേഷം എന്നോട് പറഞ്ഞു, ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഞാൻ ബാക്ക് ഹോമിൽ അതായത് ഇന്ത്യയിൽ എത്ര വർഷം വർക്ക് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ എൻ്റെ അവിടുത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്, ഞാൻ ഏത് ഇയർ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇവിടെ കൊറോണ കെയർ യൂണിറ്റിൽ എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്തത്, ഇത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ കാർഡിയോളജിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് കാർഡിയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉയരാണെന്നുള്ളത് ഞാനങ്ങ് പറഞ്ഞു. ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാർഡിയോളജി വാർഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മളെ എക്സാക്ട്ലി ഒരു ആളുടെ ലൈഫ് സേവ് ചെയ്യാണ് പറയുന്നത്. കാരണം ഒരുപാട് കാർഡിയാക് അറസ്റ്റ് ഒക്കെ എനിക്ക് വാർഡിൽ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനത്തെ എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് ടൈപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ കാർഡിയോളജി ഇഷ്ടപ്പെടുന്നത് എന്ന് കുറച്ച് ആൻസർ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇലാബറേറ്റ് ചെയ്തെന്ന് പറയുക. എന്ന് വെച്ചാൽ ചവറ് കാര്യങ്ങളെല്ലാം വാരിയിട്ട് പറയണം എന്നല്ല പറയണത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും നമുക്ക് നന്നായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ അവർ നമ്മളോട് ചിലപ്പോൾ ചോദിക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരത് അറിയണമെന്നില്ല. നമ്മളൊരു കാര്യം നന്നായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവരറിയത്തുമില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിൽ എക്സാമ്പിളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞെങ്കിൽ ഭയങ്കര നല്ലതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറയുന്നത് ഒരു 50 ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നതിനെ ബേസ് ചെയ്തിട്ട് ആരാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്നാണ് നീ വിചാരിക്കുന്നത്? അപ്പം ഞാനാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കസ്റ്റമറോ, അതാരാണ് കർത്താവ്? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പേഷ്യൻസ് ആയിരിക്കുമല്ലോ നമ്മുടെ കസ്റ്റമർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പേഷ്യൻ്റിനുള്ള ഉത്തരം തെറ്റൊന്നുമല്ല, അത് കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനാൽ, പ്രത്യേകിച്ച് ഒരു നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ പോകുന്നത്. നമുക്കിവിടെ ഡോക്ടേഴ്സും കസ്റ്റമേഴ്സാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഡോക്ടേഴ്സ് അവരുടെ പേഷ്യൻസിനെ കൊണ്ട് പോയില്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത്, നമ്മൾ നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ഒരു പേഷ്യൻ്റ് വാർഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലത്തേയും കാർഡിയാക് അറസ്റ്റായി. അപ്പോൾ നമ്മൾ ഫുൾ ആ പേഷ്യൻ്റെ പുറകെ ആയിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു. നമ്മൾ ആ പേഷ്യൻറ്റിനെ നോക്കി ലാസ്റ്റ് ആ പേഷ്യൻറ്റിനെ രക്ഷിച്ചു വിട്ടു. അതേ സമയത്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വേറൊരു പേഷ്യൻ്റ് വന്നിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്, ഞാനവിടെ കിടക്കണ്ടായിരുന്നു, എന്നെ ഇന്നത്തെ ദിവസം ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു സെനറിയോ പറയണതാണ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് നിനക്ക് വന്നു, നീ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ചിന്തിക്കാനൊരു സമയം വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനൊരു സമയം എടുക്കാം കേട്ടോ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിക്കുക. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ജസ്റ്റ് പറയുക, നമ്മൾ അവരുടെ അടുത്തും ചെയ്യുന്നതായിരിക്കും എന്താണ് സിറ്റുവേഷൻ ഉള്ളത്. അതായത് നമുക്ക് വേറൊരു പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ആ പേഷ്യൻ്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുക. ആ സമയത്ത് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊരു കാര്യമാണ് നമ്മൾ അവിടെ പോയിൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന പോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതിനാലാണ്, അതായത് നമ്മളൊരു കാർഡിയോളജി വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എമർജൻസി ഉണ്ടാകാം. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് കാര്യമായിട്ട് ഒന്ന് കാണാൻ പറ്റാതിരുന്നത്. അതേസമയം കോൾ ബെൽ അടിച്ചപ്പോഴൊക്കെ ആരെങ്കിലുമായിട്ട് ആ ഒരു കാര്യങ്ങൾ മീറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജെന്യുവനായിട്ട് നമ്മളൊരു ആൻസർ പറയും. മാക്സിമം കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇനി നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് അതൊരു എസ്കലേഷനിലേക്ക് പോകും.